സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മട്ടൻ ബോൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൽ മട്ടൻ സൂപ്പൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആടിൻ്റെ കാലാണ് എടുത്തിട്ടുള്ളത്. ഇത് മട്ടൻ കടയിൽ നിന്ന് തന്നെ നമുക്ക് സൂപ്പിനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെട്ടി വാങ്ങിയിട്ടുള്ളതാണ്. ഈ സൂപ്പിൻ്റെ എല്ലും അതുപോലെ കുറച്ചധികം വെള്ളവും വെച്ചിട്ട് നമ്മളിതൊരു മൺകലത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കുറച്ചധികം സമയം വേണം ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ കുറുകി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ എക്സ്ട്രാ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, അങ്ങനെ തന്നെ വേവിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് 3 ദിവസം അടുപ്പിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവരക്ഷയായിട്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിടും. എന്നിട്ട് അത് പിന്നീട് പിറ്റത്തെ ദിവസത്തേക്ക് ഇതുപോലെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സൂപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂപ്പിൽ ആ വെള്ളം മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ബോൺസ് ഉണ്ടല്ലോ, അത് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സൂപ്പിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ഒരുപാട് ഉപ്പൊന്നും വേണ്ട. ലൈറ്റായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലിപ്പോൾ വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ ചെറിയുള്ളിയുടെയും കുരുമുളകിൻ്റെയും ഒരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവറായിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ചെറിയുള്ളി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ സൂപ്പ് എടുത്തപ്പോൾ ഇതിൻ്റെ ബോൺസിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അത് ചെറിയുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ബോൺസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ദിവസം കൊണ്ട് തന്നെ സൂപ്പ് എടുക്കുകയാണ്. അതെല്ലാം 3 ദിവസമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ ഒഴിച്ച പോലെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചിടുക. പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് താളിച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചതിന് ശേഷം സൂപ്പ് മാത്രം എടുത്ത് കുടിക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് റെഡിയാക്കിയിടാം. പിന്നെ ആടിൻ്റെ മൊത്തം എല്ല് വെച്ചിട്ട്, അതായത് തലയും എല്ല് മൊത്തം വെച്ചിട്ട് സൂപ്പ് വയ്ക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്, കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ബോൺസിലേക്ക് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത്. ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ സൂപ്പിലെ എല്ല് താളിച്ചത്, അല്ലെങ്കിൽ എല്ല് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ മട്ടൻ എടുത്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലോട് കൂടിയുള്ള പീസ് കഴിക്കാൻ ചിലർക്ക് നല്ല ഇഷ്ടമാവില്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതും അതുപോലെ ഇതിൽ കഴമ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു മജ്ജ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നമുക്ക് അടിപൊളിയാണ്. ഇതാ കുറുകി വരുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഇവിടെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ടേസ്റ്റർ ഇതാ അവിടെ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവന് പൊതുവേ മട്ടൻ കറി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലുള്ള പീസ് എടുത്തിട്ട് ഇങ്ങനെ മജ്ജ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ പിന്നെ പറയാൻ വേണ്ട, ആൾ ഫുൾ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, അടുത്ത സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.